അവളെ മറക്കാൻ കഴിയില്ലെങ്കിലും മനഃപൂർവ്വം മറക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഇറങ്ങിപ്പോന്നത്. അതിനുശേഷം 5 വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ അവിടെ വീണ്ടും കാണുന്നത്. ഇപ്പോൾ ആർക്കോ ജനിച്ചൊരു കുഞ്ഞിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഡാഡിയുടെ മുമ്പിൽ അവൾ ഈ നാടകമാടുന്നത്. ഇനി ഡാഡിക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. ഡാഡി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വിവാഹത്തിന് സമ്മതിച്ചത് തന്നെ. എനിക്കൊരു വിവാഹം വേണമെന്നില്ല. പക്ഷേ പകരം രേഖയെ സ്വീകരിക്കാൻ ഡാഡി എന്നോട് പറയരുത്, പ്ലീസ്. ഈ വരുന്ന 15-ാം തീയതി അവന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി 3 ദിവസമേ ബാക്കിയുള്ളൂ. ആ വിവാഹം മുടക്കാൻ വേണ്ടിയാണോ രമ്യമോൾ അവന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് സൂസി എന്റെ അടുത്ത് പറഞ്ഞു വിട്ടത്? ഞാൻ ആരുടെത്തേക്കും പറഞ്ഞു വെച്ചിട്ടില്ല. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലായിരുന്നിരിക്കും. അത് ചെറുപ്പത്തിന് ചാബല്യം മാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാലം എത്ര കഴിഞ്ഞിരിക്കുന്നു. മറ്റാരിലോ ജനിച്ച കുട്ടിയുടെ പുത്രത്വം ഏറ്റെടുക്കാൻ നിനക്ക് എന്റെ മകനെ കിട്ടിയുള്ളൂ. എന്താണ് എന്റെ ഉദ്ദേശം? ഞാനും ബാലേട്ടനും തമ്മിൽ സ്നേഹത്തിലായിരുന്നു. ആയിരുന്നിരിക്കാം. നിങ്ങൾ തമ്മിൽ സ്നേഹമായിരുന്നപ്പോ നീ അവനയച്ച് ഈ കത്ത് നീ എഴുതിയതല്ലാന്ന് പറയാൻ കഴിയോ? ഞാൻ എഴുതിയതാണ്. നീ വഞ്ചിച്ച നിരാശയിൽ കഴിയായിരുന്നു അവൻ. ഇപ്പോ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണ് വിവാഹത്തിന് അവൻ സമ്മതിച്ചെന്നറിയാമോ? ആ വിവാഹം മുടക്കാൻ വന്നാൽ നിനക്കും നിന്റെ മകൾക്കും ജീവിക്കാൻ വേണ്ടിയാണ് ഈ വേഷം കിട്ടുന്നതെങ്കിൽ അതെന്നോട് പറഞ്ഞാൽ മതി. ഇതാ 25,000 രൂപയുണ്ട്. പോരെങ്കിൽ ഇനിയും നിനക്ക് എന്നോട് ചോദിക്കാം. പണത്തിനു വേണ്ടി മാതൃത്വം പണയപ്പെടുത്തുന്ന പല സ്ത്രീകളെയും സാറ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നെ ആ കൂട്ടത്തിൽ പെടുത്തരുത്. ഓഹോ, അപ്പൊ എന്റെ മകനെയാണ് നിനക്ക് ആവശ്യം. നിന്റെ ആ മോഹം നടക്കാൻ പോകുന്നില്ല. അവന്റെ വിവാഹം മുടക്കി അവനെ എന്നെ അപമാനിക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. വേണ്ടി വന്നാൽ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ മകനെ സ്നേഹിച്ചവളാണ് ഞാൻ. അതുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെയായത്. അന്നേക്ക് ഞാൻ പറയുന്നത് വിശ്വാസമായില്ലെങ്കിൽ ഒരു നിമിഷം നിൽക്കൂ. ഇതാ ബാലേട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ജീവിച്ചത്. പൈലറ്റായ അമ്മയുടെ മകനും എയർ ഹോസ്റ്റസായ ഞാനും ജീവിതത്തിൽ സ്നേഹിച്ചവരാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അങ്ങോട്ട് പറയാൻ വരെ ബാലേട്ടൻ തീരുമാനിച്ചതാണ്. ഒരു ദിവസം ഞാൻ ബോംബെയിൽ നിന്നും 3 ദിവസത്തെ ലീവിന് വീട്ടിലെത്തി.
ബ്ലഡ് സ്മിയറും ബോൺ മാരോ സ്മിയറും നോക്കിയിട്ട് ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കേമിയയുടെ എല്ലാ ഫീച്ചേഴ്സും കാണുന്നുണ്ട്. എനിക്കും ആ കുട്ടിയെ ആദ്യം പരിശോധിച്ചപ്പോഴേ സംശയം തോന്നി. അതുകൊണ്ടാ ഡീറ്റെയിൽ ചെക്കപ്പിനായിട്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ഏതായാലും ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് കുറെയെങ്കിലും ഭാഗ്യമായി. ഇടയ്ക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയാൽ മതിയല്ലോ. എങ്ങനെയാണ് ആ കുട്ടിയോട് ഈ വിവരം പറയാ? സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ മാത്രമേ ആ കുട്ടിക്കുള്ളൂ. May I come in, sir? യെസ്, കം ഇൻ. ഇരിക്കൂ. നിങ്ങളുടെ ടെസ്റ്റ് റിപ്പോർട്ട് എല്ലാം കിട്ടി. ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് ഡോക്ടറിന്റെ രോഗം? ഡോക്ടർ, എന്താണെങ്കിലും തുറന്നു പറയും. പേടിക്കാനൊന്നുമില്ല. ബ്ലഡ് ടെസ്റ്റും ബോൺ മാരോ ടെസ്റ്റും ചെയ്തതിൽ നിന്നും ബ്ലഡിൽ വൈറ്റ് കോപ്പർ സെൽസ് ക്രമത്തിലധികം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കാനൊന്നുമില്ല. ഇപ്പോഴും ഡോക്ടറിന്റെ രോഗം എന്താണെന്ന് പറഞ്ഞില്ല. തുടക്കമാണ്. കാര്യമായ ട്രീറ്റ്മെന്റ് ഒന്നും ഇപ്പൊ വേണ്ട. ലുക്കേമിയ എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഭയപ്പെടും. ഡോക്ടർ, കുട്ടി ഇങ്ങനെ പേടിച്ചാലോ? ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കേമിയാണിത്. ചികിത്സിച്ച് ഭേദമാക്കാവുന്നേ ഉള്ളൂ. ബാലേട്ടൻ എഴുതിയ കത്താണ് അങ്ങയുടെ കയ്യിലിരിക്കുന്നത്. കത്ത് കിട്ടിയപ്പോൾ തന്നെ ബാലേട്ടൻ എന്നെ കാണാനായി ഓടി വന്നു. ഞാൻ ബാലേട്ടന്റെ മുന്നിൽ എന്നെ അഭിനയിക്കുകയായിരുന്നു. കത്തയച്ച് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത്. രേഖ 2 മാസം ഗർഭിണിയാണ്. രേഖയുടെ ഭർത്താവ് എവിടെയാണ്? എന്റെ ഭർത്താവ് വിദേശത്താ.
ഏതായാലും ഞാൻ കുറച്ച് മരുന്ന് എഴുതി തരാം. തൽക്കാലം അത് കഴിച്ചാൽ മതി. ഡോക്ടർ, ഞാൻ പ്രസവിച്ചാൽ എന്റെ ഈ രോഗം എന്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ, ലുക്കേമിയ മാരകമായ രോഗമാണെങ്കിലും രേഖയെ ബാധിച്ചിട്ടുള്ളത് വളരെ പതുക്കെ മാത്രം എഫക്ട് ചെയ്യുന്ന ക്രോണിക് ലിംഫോസൈറ്റിക് ലുക്കേമിയാണ്. ഡോക്ടർ, എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞത് സത്യമാണ്. തുടക്കത്തിലേ ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. രേഖ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ആത്മഹത്യ ചെയ്യണോ വേണ്ടയോ എന്ന് ഞാൻ പലവട്ടം ആലോചിച്ചതാണ്. പക്ഷെ എന്റെ വയറ്റിൽ വളരുന്ന എന്റെ ബാലേട്ടന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചില്ല. എല്ലാം ഉള്ളിലൊതുക്കി ജീവിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. എന്റെ വിവാഹവും എന്റെ ഭർത്താവിന്റെ ആക്സിഡന്റും ഒക്കെ ഞാൻ പറഞ്ഞ വെറും കെട്ടുകഥകളായിരുന്നു. ആ കഥകളിലൂടെയെങ്കിലും എന്റെ ബാലേട്ടൻ എന്നെ വെറുക്കുമെങ്കിൽ ബാലേട്ടന്റെ ജീവിതമെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയാണ് അവസരങ്ങൾക്കൊത്ത് ഞാൻ ഓരോ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ ബാലേട്ടന് എല്ലാ നന്മകളും ഉണ്ടാവാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചവളാണ് ഞാൻ. ഒരിക്കലും അങ്ങയുടെ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അദ്ദേഹത്തിന്റെ സൗഭാഗ്യം തട്ടിപ്പറിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല.